നമസ്കാരം. ദൈനംദിനമുള്ള സിറ്റി ഡ്രൈവുകൾക്കായി ഒരു ബെറ്റർ ഓപ്ഷൻ തേടുകയാണോ നിങ്ങൾ? എന്നാൽ ഒരു ബെസ്റ്റ് ഡീലാണ് പറയാൻ പോകുന്നത്. ടാറ്റയുടെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ടിയാഗോ EV ഇപ്പോൾ ഒരു വാഗണറിന്റെ വിലയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ടാറ്റ ഡീലർമാർ 2.5 ലക്ഷം രൂപയുടെ വമ്പൻ ഡിസ്കൗണ്ടുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇപ്പോൾ രാജ്യത്തെ ഐ ടി ക്യാപിറ്റലായ ബംഗളൂരുവിൽ 8 ലക്ഷം രൂപ ഓൺ റോഡ് വിലയ്ക്ക് ടിയാഗോ EV ലഭ്യമാണ്. ഇത് ലോങ് റേഞ്ച് മോഡലിനാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വിലയ്ക്ക് ടോപ്പ് എൻഡ് മാരുതി സുസുക്കി വാഗണർ പോലും നമുക്കിപ്പോൾ ലഭിക്കുകയില്ല. നിലവിൽ 8,92,000 രൂപയാണ് ഈ ഒരു മാരുതി കാറിന്റെ വില വരുന്നത്. വാഗണറിന്റെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എത്തുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ് പോലും 7,82,000 രൂപയ്ക്കാണ് വിൽപ്പനയ്ക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ വേരിയന്റിൽ വാഗണറിൽ വരുന്ന ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷന് ടിയാഗോ EVയിലെ സിംഗിൾ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന്റെ അടുത്ത് പോലും വരാൻ കഴിയില്ല. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇത് തമ്മിൽ മാറ്റിവെക്കേണ്ട കാര്യവുമില്ല. ടിയാഗോ EV അതിന്റെ ഇൻസ്റ്റന്റ് ടോർക്ക് ഉപയോഗിച്ച് വാഗണറിനെ വെള്ളപ്പാടകലെ പിന്തള്ളുന്നതാണ്. ഒരു ഫൺ ടു ഡ്രൈവ് കാറിനൊപ്പം തന്നെ അത്യാവശ്യം കാശും ലാഭിക്കാമെന്ന് കൂടിയാണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമെങ്കിൽ ടിയാഗോ EV ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. കൂടാതെ റണ്ണിംഗ് കോസ്റ്റ്, പ്രവർത്തന ചെലവിന്റെ കാര്യത്തിലും ഈ വരുന്ന ഓഫറുകളോടെ ടിയാഗോ EV ശരിക്കും പോക്കറ്റിന് ലാഭകരം തന്നെയായിരിക്കും. ടോപ്പ് സ്പെക് മോഡലുകൾ കൂടാതെ ടിയാഗോ EVയുടെ ബേസ് മിഡ് സ്പെക് റേഞ്ച് മോഡലുകൾക്ക് 1.5 ലക്ഷം രൂപ വരെ കിഴിവുകളും ലഭിക്കുന്നുണ്ട്. 1.5 ലക്ഷം രൂപ ഓഫർ എന്ന് പറയുമ്പോൾ അവ ഏകദേശം 7 ലക്ഷം രൂപയ്ക്ക് ലഭ്യമാണ്. പെട്രോൾ, ഇലക്ട്രിക് കാറുകൾ തമ്മിലുള്ള വില ഇക്കാര്യത്തിൽ താരതമ്യപ്പെടുത്തിയാലും ഇവിടെ മേൽക്കൈ ടാറ്റ മോഡലിന് തന്നെയാണ്. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം തന്നെ വീട്ടിലൊരു സെക്കൻഡറി വാഹനം ആഗ്രഹിക്കുന്നവർക്കും മറ്റ് വാഹനങ്ങൾ ഉണ്ടെങ്കിലും ദൈനംദിന സിറ്റി യാത്രകൾക്കും പാർക്കിങ്ങിനും വളരെ സൗകര്യപ്രദമായ ഓപ്ഷനുകൾ നോക്കുന്നവർക്കുമെല്ലാം ടിയാഗോ EV ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. അപ്പാർട്ട്മെന്റ് പാർക്കിങ്ങിലോ അല്ലെങ്കിൽ താമസ സ്ഥലത്തിനടുത്ത് ഒരു EV ചാർജിംഗ് പോയിന്റ് ഉള്ളവർക്കോ ഈ ഒരു വാഹനം അഭികാമ്യമാണ് എന്നതിന് നിസ്സംശയം പറയാം. എന്നാൽ ഡെയിലി നല്ലൊരു ശതമാനം ദൂരം ഡ്രൈവ് ചെയ്യുന്നവർ, അടിക്കടി ഹൈവേയിൽ ലോങ് ഡ്രൈവ് പോകേണ്ടി വരുന്നവർ, ചാർജിംഗ് ഓപ്ഷനുകളുടെ ലഭ്യത കുറവുള്ളവർ, അടിക്കടി പവർ കട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, ഇടയ്ക്കിടെ വാഹനം മാറ്റുന്നവർ, വാഹനത്തിന് ഉയർന്ന റീസെയിൽ വാല്യൂ എപ്പോഴും ആഗ്രഹിക്കുന്നവർ തുടങ്ങി ഇത്തരക്കാർ ഈ വാഹനത്തിന് പിന്നാലെ പോകരുത് എന്നാണ് പൊതുവെ നമ്മൾ പറയുന്ന ഒരു അഭിപ്രായം. നിലവിൽ ഇന്ത്യൻ വിപണിയിൽ ടിയാഗോ EVക്ക് ഒത്ത ഒരു പകരക്കാരനില്ല എന്ന് പറയാം. ആകെയുള്ളത് MG കോമറ്റ് EV മാത്രമാണ്. ഇത് ടിയാഗോ EVയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് എത്തുന്നത്. എന്നാൽ സൗകര്യപ്രദമായി 2 യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു അർബൻ മൊബിലിറ്റി ഓപ്ഷൻ മാത്രമാണിത് എന്നത് ശ്രദ്ധേയമാണ്.